നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ സൗഖ്യം വെളിപ്പെടുകയാണ്. ആശയോടെ കാത്തിരിക്കുന്ന വിഷയം ഏതുമാകട്ടെ, അത് കർത്താവിനൊരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാലയളവ് എത്ര വർഷം പഴക്കമേറിയതോ ആകട്ടെ, കർത്താവിനത് നിസ്സാരമാണ്. യേശുവിന് മാത്രമേ നിങ്ങളുടെ വിഷയം വിടുതലാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമേയില്ല. ഇവിടെ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ, അവൾ യേശുവിനോട് പരസ്യമായി ഒന്നും യാചിച്ചില്ല. പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തൊന്ന് തൊട്ടാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ തൻ്റെ ഉള്ളിൽ ഉറച്ച് വിശ്വസിച്ചു. ഇങ്ങനെ വിശ്വസിക്കാനായി ആരും അവളെ പ്രേരിപ്പിച്ചതല്ല. അതിനുള്ള ഒരു ചാൻസും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം യഹൂദ ആചാരപ്രകാരം രക്തസ്രവമുള്ള സ്ത്രീകൾ അശുദ്ധരായി കണക്കാക്കപ്പെട്ടിരുന്നു. മറ്റുള്ളവരെ തൊടുന്നതും സമൂഹവുമായി ഒത്തുചേരുന്നതും കൂട്ടത്തിൽ നടക്കുന്നതുമൊക്കെ വിലക്കപ്പെട്ടിരുന്ന കാലത്താണ് വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടത്. പഴയ നിയമാചാരമനുസരിച്ച് ലേവ്യപുസ്തകം 15-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്ത്രീയുടെ ശാരീരികവും സാമൂഹികവുമായ അവസ്ഥ ഒരിക്കലും അവൾക്ക് യേശുവിനെ കാണുവാനോ ഒരു വ്യക്തിയെ തൊടുവാനോ സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം അർഹിക്കുന്നതല്ല. പക്ഷേ യേശു ആ ദേശത്തെത്തിയപ്പോൾ തന്നെ ആ പാരമ്പര്യപരമായ ചട്ടക്കൂടുകൾ ഇളകുവാൻ തുടങ്ങി. അർഹതയില്ലാതെ ആയിരിക്കുന്നവരെ യോഗ്യത ഉള്ളവരാക്കി മാറ്റി. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 38 മുതൽ 39 വാക്യങ്ങളിൽ കാണുന്നത് പോലെ യഹൂദന്മാരുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് ദൈവിക കൽപ്പനകളെ ഓർമ്മിപ്പിക്കുന്ന തൊങ്ങലുണ്ടായിരുന്നു. അതിലൂടെയെങ്കിലും ഒരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിശ്വാസമാണ് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാൻ അവളെ പ്രേരിപ്പിച്ചത്. ആ ആഴമേറിയ വിശ്വാസമാണ് അവൾക്ക് വിടുതൽ നേടിക്കൊടുത്തത്. പ്രിയമുള്ളവരെ, മനുഷ്യർ കൈവിട്ടാലും കൈവിടാത്ത ഒരുവനുണ്ട്. അത് കർത്താവായ ക്രിസ്തുയേശു മാത്രമാണ്. എത്ര തന്നെ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യങ്ങളായാലും ശരി, യേശു നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനാണ്. സമൂഹം മുഴുവനും നിങ്ങളെ ഒറ്റപ്പെടുത്തി നിന്ദിച്ച് അപമാനിതരാക്കി ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കർത്താവ് നിങ്ങളെ മാന്യതയുള്ളവരാക്കി മാറ്റും. നമ്മുടെ ദൈവം ആരെയും ഒരു നാളും അനാഥരായി വിടുന്നവനല്ല. അവൻ തള്ളിക്കളഞ്ഞതല്ല. പ്രിയ സ്നേഹിതരെ, വചനം പറയുന്നത് അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ നിങ്ങളെ ചേർത്തുകൊള്ളുമെന്നാണ്. ഈ സ്ത്രീയെ പോലെ ഒരു ഉറച്ച വിശ്വാസം ആർക്കാണുള്ളത്? അവളുടെ അവസ്ഥ അതായതിനാൽ അവൾ അങ്ങനെ വിശ്വസിച്ചു. അതുപോലെ നിങ്ങളുടെ അവസ്ഥയും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ജീവൻ്റെ ഉടയവനായ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുവാൻ തയ്യാറാകണം. വിശ്വാസം ഉറച്ചതുമായിരിക്കണം. ആരൊക്കെ എതിർത്താലും യേശു കൈവിടില്ല എന്ന വിശ്വാസം, നിയമത്തിൻ്റെ അതിരുകളെ ലംഘിച്ചുള്ള വിശ്വാസം, പാരമ്പര്യങ്ങളെ പൊട്ടിക്കുന്ന വിശ്വാസം, രഹസ്യമായ വിശ്വാസം, പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം, അത് ഇന്ന് നിങ്ങളെയും വിടുവിക്കും.